വിവാദമായ തോഷഖാന അഴിമതി കേസിൽ വീണ്ടും കുരുക്കിൽ വീണിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും PTI നേതാവുമായ ഇമ്രാൻഖാൻ. അതെ, ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും 17 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പാക് കോടതി. മാത്രമല്ല 1.64 കോടി പാകിസ്ഥാനി രൂപ വീതം പിഴയും വിധിയിലുണ്ട്. തോഷഖാന കേസിൽ ഇമ്രാൻഖാനും ബുഷ്രയ്ക്കും 2024 14 വർഷം കഠിന തടവ് ചുമത്തിയിരുന്നുവെങ്കിലും ഇസ്ലാമാബാദ് ഹൈക്കോടതി അത് മരവിപ്പിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിക്ക് അഴി എണ്ണേണ്ടി വരുന്നത്. 2023 മുതൽ ജയിലിലായ ഇമ്രാൻഖാനെ വിടാതെ പിന്തുടരുന്ന തോഷഖാന കേസ് എന്താണ്? വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. തോഷഖാന എന്ന വാക്കിന്റെ അർത്ഥം പേർഷ്യൻ ഭാഷയിൽ നിധി സൂക്ഷിക്കുന്ന സ്ഥലം എന്നാണ്. പാകിസ്ഥാനിലെ ക്യാബിനറ്റ് ഡിവിഷന് കീഴിലുള്ള ഒരു വകുപ്പാണിത്. ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നോ മറ്റ് ഭരണാധികാരികളിൽ നിന്നോ ലഭിക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സൂക്ഷിക്കുന്ന ഒരിടം. 2021 പ്രധാനമന്ത്രിയായിരിക്കെ സൗദി അറേബ്യൻ സർക്കാരിൽ നിന്ന് ഇമ്രാൻഖാനും ബുഷ്ര ബീവിക്കും വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. വിലപിടിപ്പുള്ള വാച്ചുകൾ, ആഭരണങ്ങൾ എന്നിവ അടങ്ങുന്ന ബൾഗാരി ഡയമണ്ട് ജ്വല്ലറി സെറ്റായിരുന്നു ഈ സമ്മാനം. ഇവയുടെ മൂല്യം കുറച്ചു കാണിച്ച് സ്വന്തമാക്കി എന്നതാണ് ദമ്പതികൾക്ക് എതിരായ പ്രധാന ആരോപണം. 80 മില്യൺ പാകിസ്ഥാനി വില വരുന്ന ആഭരണങ്ങൾക്ക് 2.9 മില്യൺ മാത്രമാണ് നൽകിയതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. വിദേശത്തു നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ തോഷഖാനയിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്, അതാണ് വ്യവസ്ഥ. എന്നാൽ ആ സമ്മാനം സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിന്റെ വിപണി മൂല്യത്തിന്റെ നിശ്ചിത ശതമാനം തുക സർക്കാരിലേക്ക് അടയ്ക്കണം എന്നതാണ് ചട്ടത്തിൽ പറയുന്നത്. ഇമ്രാൻഖാൻ തനിക്ക് ലഭിച്ച സമ്മാനത്തിന്റെ മൂല്യം കുറച്ചു കാണിക്കുകയും കുറഞ്ഞ തുക സർക്കാരിലേക്ക് അടച്ച് അവ സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് ഇവ മറിച്ചുവിറ്റ് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി എന്നാണ് കേസിന് ആധാരമായ പ്രധാന സംഭവം. 2024 ജൂലൈയിലാണ് കേസ് ഫയൽ ചെയ്തത്. ഈ കേസിൽ ബുഷ്രയ്ക്ക് 2024 ഒക്ടോബറിലും ഇമ്രാൻഖാന് തൊട്ടടുത്ത മാസവും ഇസ്ലാമാബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയത്. മറ്റൊരു കേസിൽ ഇരുവരും അതിയാല ജയിലിൽ തടവിൽ കഴിയുന്നതിനിടെയാണ് ഈ പുതിയ വിധിയും വരുന്നത്. പ്രത്യേക കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഇമ്രാന്റെ അഭിഭാഷകർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 2024 ഈ അഴിമതി പുറത്തു വന്നതിന് പിന്നാലെ ഇമ്രാൻഖാനെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിയിരുന്നു. ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വമ്പൻ തിരിച്ചടിയായിരുന്നു തോഷഖാന കേസ്. അദ്ദേഹത്തിന്റെ പാർട്ടിയായ PTIക്ക് ഇതൊരു കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുകയും ചെയ്തത്. അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്നായിരുന്നു ഇമ്രാൻഖാന്റെ എക്കാലത്തെയും നിലപാട്. സൈന്യവും നിലവിലെ സർക്കാരും ചേർന്ന് തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്ന വാദമായിരുന്നു അദ്ദേഹം ഉയർത്തിയിരുന്നത്. എന്നാൽ ഇമ്രാൻഖാന്റെ ജയിൽവാസവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും പാകിസ്ഥാനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു എന്നത് വാസ്തവമാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഷെഹ്ബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ സഖ്യ സർക്കാരാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ അധികാരത്തിലുള്ളത്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നിവർ ചേർന്നുള്ള സഖ്യമാണിത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്നാണ് ഇമ്രാൻഖാനും PTIയും ആരോപിക്കുന്നത്. ഖാന്റെ പാർട്ടി ചിഹ്നമായ ബാറ്റ് തടഞ്ഞതിനെ തുടർന്ന് സ്വതന്ത്രരായി മത്സരിച്ച ഖാൻ അനുകൂലികളാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവിടെ നേടിയത്. എന്നാൽ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ തോഷഖാന കേസ് മാത്രമല്ല, 100-ലധികം കേസുകൾ ഇമ്രാൻഖാനെതിരെയുണ്ട് എന്നത് മറ്റൊരു വാസ്തവം. പല കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ തുടരുന്നത്. ചില കേസുകളിൽ കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ റദ്ദാക്കുകയോ സ്റ്റേ ചെയ്യുകയോ ചെയ്യും. ഒരു കേസിൽ ജാമ്യം ലഭിക്കുമ്പോൾ ഉടൻ തന്നെ മറ്റൊരു കേസിൽ വിധിയുണ്ടാകും എന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏറ്റവും ഒടുവിലായാണ് തോഷഖാന കേസിലെ വിധിയും ഇപ്പോൾ എത്തിയത്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട 2ാമത്തെ കേസിലാണ് നിലവിലെ വിധി. അതേസമയം അതിയാല ജയിലിൽ ഇമ്രാൻഖാൻ ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹത്തെ സൈക്കോളജിക്കലി ടോർച്ചർ ചെയ്യുകയാണെന്നും ആരോപിച്ച് മക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇമ്രാൻഖാന്റെ തടവറയെ ഡെത്ത് സെൽ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നും തിരഞ്ഞെടുപ്പ് ഫലം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് PTI രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. പ്രതിഷേധം ശക്തമാകുന്ന ഘട്ടത്തിലെല്ലാം ഇന്റർനെറ്റ് നിരോധനവും സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങളുമാണ് സർക്കാർ പ്രതിരോധിക്കാനായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു തുടക്കമുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും കരുത്തരായ സൈന്യവും ഇമ്രാൻഖാനും തമ്മിലുള്ള തർക്കങ്ങളോടെയാണ് പാകിസ്ഥാൻ രാഷ്ട്രീയം കീഴ്മേൽ മറിയാൻ തുടങ്ങിയത്. ഒരു കാലത്ത് സൈന്യത്തിന്റെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന ഖാൻ പിന്നീട് സൈനിക നേതൃത്വവുമായി തല്ലിപ്പിരിഞ്ഞു. തന്റെ പുറത്താക്കലിന് പിന്നിൽ സൈന്യത്തിന്റെ അട്ടിമറിയാണ് എന്നാണ് ഇമ്രാൻഖാൻ അടിയറച്ച് വിശ്വസിക്കുന്നത്.
ഈ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ അതിദയനീയമാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ. കടുത്ത വിലക്കയറ്റത്തിൽ വലയുകയാണ് ജനം. IMF-ൽ നിന്നും കടം വാങ്ങിയാണ് രാജ്യം നിലവിൽ മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാന് താങ്ങായി ലോകബാങ്ക് $700 മില്യൺ ധനസഹായത്തിന് ഇപ്പോൾ അംഗീകാരവും നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ അസ്ഥിരത കാരണം വിദേശ നിക്ഷേപകർ പാകിസ്ഥാനിലേക്ക് വരുന്നതിൽ നിന്ന് പിന്തിരിയുന്നുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവസാനിക്കാൻ സാധ്യതയില്ല എന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും. എന്നാൽ കേസുകളിൽ നിന്നെല്ലാം മോചിതനായുള്ള ഒരു തിരിച്ചുവരവ് സമീപകാലത്ത് പ്രതീക്ഷിക്കാവുന്നതല്ല എന്നത് മറ്റൊരു വാസ്തവം. അസ്ഥിരമായ പാകിസ്ഥാനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങൾക്ക് എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്.